മുന്നോട്ട് കടന്നു പോകാം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മനുഷ്യൻ ത്രിയേകനാണ്. മനുഷ്യന്റെ ശരീരമുണ്ട്, മനുഷ്യന്റെ ആത്മാവുണ്ട്, മനുഷ്യന്റെ പ്രാണനുണ്ട്. ഈ മൂന്ന് ഭാഗങ്ങളും രക്ഷപ്പെട്ടാലേ നമ്മൾ അവിടെ എത്തിച്ചേർത്തുള്ളൂ. സാധാരണ ആർക്കും ഇത് അത്ര സുപരിചിതമായിട്ട് അറിയത്തില്ല. ഈ മൂന്ന് ഭാഗവും രക്ഷപ്പെട്ടാലേ നമ്മൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ ചെന്ന് ചേരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് ഇന്ന് കാലം പറയാം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് മനുഷ്യൻ ത്രിയേകനാണെന്ന് പറയുന്ന രണ്ട് വാക്യങ്ങളെ ബൈബിളില് നമുക്ക് ഏതാണ്ട് നല്ലതുപോലെ കാണാൻ കഴിയത്തുള്ളൂ. അത് രണ്ട് പുതിയ നിയമത്തിലാണ്. 1 തെസ്സലോനി 5-ാം അധ്യായം 23-ാം വാക്യമാണ് അതിന്റെ ഒരു ആധാര വാക്യം. രണ്ടാമത്തെ വാക്യം എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യമാണ്. ഈ രണ്ട് വാക്യങ്ങളിലാണ് മനുഷ്യന് ഒരു ത്രിത്വ ആളത്വമുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ എപ്പോഴും പറഞ്ഞിരിക്കണം, ദൈവത്തിന് മൂന്നാളത്വമുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മനുഷ്യന് മൂന്നാളത്വമുണ്ട്: ശരീരം, ആത്മാവ്, പ്രാണൻ. അതേപോലെയാണ് സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. ഈ ഒരു മൂന്നാളത്വത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് മൂന്നാളത്വമായിട്ട് കാണുവാൻ സാധിക്കുന്നു, മനുഷ്യന് മൂന്ന് ആളത്വമായിട്ട് കാണുവാൻ സാധിക്കുന്നു, സാത്താന്, പിശാചിനും മൂന്ന് ആളത്വമായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു പോവാം. പരിപൂർണമായ സാൽവേഷൻ, ഫുൾ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിനെ നമ്മൾ ഇച്ചിരൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ത്രിത്വത്തിലിറങ്ങിയ മനുഷ്യന്റെ ത്രിത്വ സമ്പൂർണമായ ഒരു അനുഭവമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ആമുഖമായി 1-2 വാക്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലേക്ക് കടക്കാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. കർത്താവ് പറയാണ്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നിത്യജീവനാണ് നമ്മുടെ രക്ഷയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ മറക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നു. അപ്പം നമ്മൾ രക്ഷപ്പെട്ട് സമ്പൂർണമായ ഒരു സുരക്ഷയുടെ സ്ഥലത്ത് ചെല്ലണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാകണം: നിത്യജീവൻ. ഈ നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ ഈ മൂന്ന് ഭാഗങ്ങളെയും കൂടെ ഒരുമിച്ച് യോജിപ്പിക്കണം. അങ്ങനെ ഒരുമിച്ച് യോജിപ്പിച്ചാലേ ഈ നിത്യജീവൻ പരിപൂർണമായി തീരത്തുള്ളൂ. അങ്ങനെ നിത്യജീവൻ പരിപൂർണമായി തീരുന്നില്ല എങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് എത്തിച്ചേരുന്നില്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ആ കാര്യത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. ഒന്നാമത്, സാൽവേഷൻ ഓഫ് സ്പിരിറ്റ്, ആത്മാവിന്റെ രക്ഷ. മനുഷ്യ ശരീരത്തിൽ ആത്മാവുണ്ട്, അല്ലെ? മനുഷ്യ ശരീരത്തിൽ ആത്മാവുണ്ട്. അപ്പൊ ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് ന്യായമായിട്ട് ചോദിക്കാനായിട്ട് സാധിക്കും. ദൈവം നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചതിന് ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, അല്ലെ? അപ്പൊ മനുഷ്യനിലേക്ക് ആദ്യം ജീവൻ വന്നത് ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയെങ്കിൽ ആത്മാവിന് രക്ഷപ്പെടണം. ഇത് വേണമെങ്കിൽ സാധാരണ നിരീശ്വരവാദം ഉന്നയിക്കുന്നവരുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു ചോദ്യമാണ്. ദൈവത്തിന്റെ ഭാഗമായി ദൈവത്തിന്റെ ജീവാംശം നമ്മളിലേക്ക് വന്ന് നമ്മൾ ജീവിച്ചപ്പോൾ നമുക്ക് പിന്നെ ആ ജീവന് രക്ഷ വേണം. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്ന് പ്രകാരം ഞാൻ പറയട്ടെ. ഒന്നാമത്, സാൽവേഷൻ ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യാത്മാവിന്റെ രക്ഷ. ഇത് ആന്തരികമാണ്, ബാഹ്യമല്ല.
നമ്മുടെ അകത്ത് ആർക്കും കാണാൻ കഴിയാത്ത ഒരാളത്വത്തെ നമ്മൾ കാണണം, അറിയണം. ആ ആളത്വത്തിന്റെ പേരാണ് മനുഷ്യാത്മാവ്. ഈ മനുഷ്യാത്മാവ് രക്ഷപ്പെടണം. ഈ മനുഷ്യാത്മാവ് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കണം, അല്ലെ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന സമയം ഈ മനുഷ്യാത്മാവ് രക്ഷപ്പെടും. ഇതിനെയാണ് സാധാരണ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് എല്ലാ മനുഷ്യരും പറയുന്നത്. ഇത് ബാഹ്യമല്ല, ഇത് ആന്തരികമാണ്, ഇത് ദൃശ്യമല്ല, ഇത് അദൃശ്യമാണ്, ഇത് പുറമേ ഉള്ളതല്ല, ഇത് അകമേ ഉള്ളതാണ്. നമുക്ക് രണ്ട് വാക്യം ഒന്ന് വായിച്ചു നോക്കിയാലോ? റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിച്ചതാണെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതാകുന്നു. കേട്ടോ, അപ്പൊ ഇതാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷ. ആത്മാവിന്റെ രക്ഷയ്ക്ക് എന്താവശ്യമാണ്? ആത്മാവിന്റെ രക്ഷയ്ക്ക് എന്താവശ്യമാണ്? വിശ്വാസം ആവശ്യമാണ്, അല്ലെ? അപ്പൊ ആ വിശ്വാസം ആവശ്യമായിരിക്കുന്ന ആത്മാവിന്റെ രക്ഷ നമ്മളിൽ ഉണ്ടായി, നമ്മളിൽ സംഭവിച്ചു, നമ്മളിൽ സാധ്യമായി, നമ്മളിൽ നിറവേറി, നമ്മളിൽ നടത്തപ്പെട്ടു, നമ്മളിൽ അത് പൂർണ്ണമായി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഈ 10-ാം വാക്യത്തിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. അപ്പൊ അതിനകത്ത് ഒറ്റ പോയിന്റുകളും ക്രൈസ്റ്റ് ഇൻ അസ്, ക്രിസ്തു നമ്മളിൽ, അല്ലെ? ക്രിസ്തു നമ്മളിൽ, യേശു ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ പറയണം. എന്ത് ചെയ്തു? നിങ്ങളൊന്ന് പറഞ്ഞേ. യേശു ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് രക്ഷപ്പെട്ടു. ഇതാണ് സാധാരണ എല്ലാവരും പബ്ലിക്കലി പ്രൊക്ലെയിം ചെയ്യുന്ന ഒരു സാൽവേഷൻ വേർഡ് എന്ന് പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടു. സാധാരണ ചോദിക്കും, നീ രക്ഷിക്കപ്പെട്ടതാണോ? നീ വീണ്ടും ജനിച്ചതാണോ? നീ പുതുസൃഷ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ നാം പുതുസൃഷ്ടിയാണെന്ന് നമുക്ക് പറയുവാൻ കഴിയണമെങ്കിൽ ആ പറയുന്നതിന്റെ പിന്നിലുള്ള ഇന്നർ പേഴ്സണൽ ടച്ചിങ് എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് നമ്മുടെ അകത്തെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യാത്മാവ് രക്ഷപ്പെടണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ എന്താണ് ലേഖകൻ പറയുന്നത് എന്നൊന്ന് നോക്കാം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കേട്ടോ, ഈ വാക്യം നിങ്ങൾ നല്ലതുപോലെ തിരിച്ചറിയണം. കേട്ടോ, അവിടെ പറയുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ വെളിപ്പെടും. കണ്ടോ, അപ്പൊ അവനോടുകൂടെ വെളിപ്പെടണമെങ്കിൽ അവൻ നമ്മളിൽ വേണം, അല്ലെ? നമ്മുടെ കൂടെ ഒരാൾ വേണം, അല്ലെ? നമ്മുടെ കൂടെ ഒരാൾ വേണം. കാരണം കൂടെ ഒരാളില്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സഹായിക്കാൻ പറ്റത്തില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ ആ ഒരു കാര്യം വീണ്ടും നിങ്ങളൊന്ന് പറഞ്ഞു. ഞങ്ങള് നെടുമ്പാശ്ശേരി ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഒരു അസിസ്റ്റന്റ് മാനേജർ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോകാവൂ എന്ന് പറഞ്ഞു. അപ്പം അത്രയും സമയം എന്തിനാ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. അദ്ദേഹം ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് വീണ്ടും വന്നേച്ച് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ കാണും, നിങ്ങൾ പോകുന്നുണ്ടോ നോക്കാൻ നോക്കും. ഞാൻ ഇവിടെ തന്നെ കാണും, നിങ്ങൾ പോകുന്നുണ്ടോ നോക്കാൻ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? വലിയവരാണ് ഈ ആവശ്യമില്ല. ഇത് 7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പ്രയാസമാണ്. അപ്പനെയോ അമ്മയോ വേണ്ടപ്പെട്ടവരെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് അകത്ത് കയറ്റി അഗോസ്റ്റസുകാരുടെ ഇടയിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ ഇരുത്തി സംസാരിച്ച് ഒരു സന്തോഷത്തോടെ ഫ്ലൈറ്റ് അവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർ വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾ പോകൂ. ഇതാണ് കാര്യങ്ങൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ സഹായത്തിന് വേണം, അല്ലേ? നമ്മുടെ കൂടെ ഒരാൾ എപ്പോഴും സഹായത്തിന് വേണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആരാണ് സഹായത്തിന് വേണ്ടത്? കർത്താവായ യേശുവാണ്. അമ്മേ, മറ്റാരെ കൊണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, അല്ലേ? ക്രിസ്തുവിനോടും കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് വേണം. അവൻ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവൻ ധന്യമായി തീരും. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, റോമാലേഖനം അതിന്റെ 7-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെ, എന്നിൽ, അതായത് എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല,
ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, എന്നാൽ പ്രവർത്തിക്കുന്നതുമില്ല. പ്രിയ ദൈവമക്കളെ, നമ്മളിൽ നല്ലതുണ്ടാകാതിരിക്കാനായി ഒരു സമ്മർദ്ദ ശക്തിയുണ്ട്. അതെപ്പോഴും നമ്മളോട് കൂടെ ഉണ്ട്. ആ സമ്മർദ്ദ ശക്തിയെ അമർച്ച ചെയ്ത് നമ്മൾ നല്ലവരായി ജീവിക്കുവാൻ വേണ്ടിയാണ് യേശു നമ്മളോട് കൂടെ വേണമെന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ശരിക്കുള്ളതായ ഐഡിയോളജി. നമ്മൾ നല്ലതുപോലെ ആകാതെ, നല്ലത് ചെയ്യാതെ, നന്മ ചെയ്യാതെ, പ്രയോജനമുള്ള ചെയ്യാതെ, ഗുണമുള്ളത് ചെയ്യാതെ, ശ്രേഷ്ഠമായത് ചെയ്യാതെ, മാന്യമായത് ചെയ്യാതെ, യോഗ്യമായത് ചെയ്യാതെ, നിലവാരമുള്ളത് ചെയ്യാതിരിക്കുവാൻ നമ്മളെ ഒരാൾ തടയും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഒരാൾ അതിൽ നിന്ന് വിലക്കും, നമ്മളെ ഒരാൾ അതിൽ നിന്ന് പിന്നോട്ട് തിരിക്കും. എന്നാൽ ആ പിന്നോട്ട് തിരിക്കുന്ന ആ സംഭവത്തെ അവിടെ അമർച്ച ചെയ്ത് നമ്മളെ നല്ലവരായി നമ്മളെ ഉയരത്തിലേക്ക് നയിക്കുവാൻ ആര് നമ്മളോട് കൂടെ വേണം? ക്രിസ്തു നമ്മളോട് കൂടെ വേണം. ആമേൻ. അതുകൊണ്ടാണ് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവ് നമ്മളിൽ ഉണ്ടോ, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി അറിയേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ ത്രിയേകനാണ്. മനുഷ്യന് ശരീരമുണ്ട്, മനുഷ്യന് ആത്മാവുണ്ട്, മനുഷ്യന് പ്രാണനുണ്ട്. ഇതിൽ ഒന്നാമത് രക്ഷപ്പെടേണ്ടത് എന്താണ്? മനുഷ്യന്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ആത്മാവ് രക്ഷപ്പെട്ടാൽ ആ രക്ഷപ്പെടുന്നതാണ് സാധാരണ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ലോകത്തിലെല്ലാവരും പറയുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു രക്ഷിക്കപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു നിർത്താൻ പാടില്ലാത്ത ഒന്നാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് ഒരാള് രക്ഷപ്പെടണം. രണ്ടാമത് രക്ഷപ്പെടേണ്ടത് ഈ ആത്മാവിനോട് ചേർന്ന് തന്നെയുള്ള നമ്മുടെ ആളത്വം എന്ന് പറയുന്നതിൽ ഒന്നുണ്ട്. മനുഷ്യന്റെ ആളത്വം എന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്താണ് ആളത്വം. അതിൽ ഒന്നാമത്തെ പങ്ക് മനുഷ്യന്റെ ആത്മാവിനാണ്. രണ്ടാമത്തെ പങ്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രാണനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും അശേഷം നിന്ദ്യമാകാതെ വെളിപ്പെടണം. ഒന്നും നിന്ദിക്കപ്പെടാൻ പാടില്ല, ഒന്നും അവഗണിക്കപ്പെടാൻ പാടില്ല, ഒന്നും അപമാനിക്കപ്പെടുവാൻ പാടില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 10 പേര് നമ്മള് ആ ഒരു സദസ്സിൽ ചെന്നു എന്ന് വിചാരിക്കാം. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം. നമ്മളെ ഒരാള് ഒരു ഫംഗ്ഷന് വിളിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ വിളിച്ചു, ഏതെങ്കിലും ഒരു പ്രസ്താവനയിൽ നമ്മളെ കൂടെ ചേർത്തു എന്ന് വിചാരിച്ചു. അങ്ങനെ ആ വിളിച്ചവരുടെ അടുക്കലേക്ക് നമ്മൾ ചെന്നു. നമ്മളെ പോലെ പലരെയും വിളിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കുന്നയാള് സംഘാടകൻ, നമുക്ക് ഇൻവിറ്റേഷൻ മെസ്സേജ് തന്നയാള് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാനൊരു നിമിഷത്തോടെ നിൽക്കത്തില്ല. നിങ്ങൾ എന്നെ ചെയ്യുന്ന എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഒരു നിമിഷത്തോടെ നിൽക്കത്തില്ല, നമ്മൾ പോരും അല്ലേ? സാധാരണ ഒരു കല്യാണത്തിന് ചെന്ന് സീറ്റ് കിട്ടാതെ പോയാൽ അടുത്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു നിൽക്കും. ഒരു പരിധി കഴിഞ്ഞാൽ അത് വിട്ടേച്ച് പോകും നമ്മളല്ലേ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പൊ നമ്മളെ ഒരാൾ വിളിച്ചു, ആ വിളിച്ചയാൾ നമ്മളെ പരിഗണിക്കുന്നില്ല എങ്കിൽ, നമ്മളെ കരുതുന്നില്ല എങ്കിൽ, നമ്മളെ ഗൗനിക്കുന്നില്ല എങ്കിൽ, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, നമ്മളെ ഓർക്കുന്നില്ല എങ്കിൽ, നമുക്ക് അവിടെ എന്താണ് കാര്യം? നമ്മളെ അവർ അപമാനിച്ചതിന് തുല്യമാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് നമ്മുടെ രക്ഷയുടെ ഭാഗം മുഴുവനും ഒന്നൊന്നായി പൂർത്തീകരിക്കപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ പരിഗണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ പറയട്ടെ, നമ്മളെ പരിപൂർണമായി വിളിച്ചവർ പരിഗണിക്കുന്നത് സ്വർഗത്തിലെ ദൈവസിംഹാസനത്തിന്റെ മുൻപിൽ വെച്ചാണ്. അവിടെ നമ്മളെ പരിഗണിക്കും, ഒരു ആക്ഷേപവും നമുക്കില്ല. പ്രതിഫലം കൊടുത്ത് നമ്മളെ മാനിച്ച് ഓരോ സ്ഥാനങ്ങളിലേക്ക് നമ്മളെ ഇരുത്തുമ്പോൾ, ഒരു മലയാളിയായ മനുഷ്യനാണ്, വലിയൊരു വേദപണ്ഡിതനാണ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഇങ്ങനെയാണ് തന്റെ ജീവിതത്തിൽ താൻ പറയുകയും താൻ തന്റെ ഒരു പുസ്തകത്തിൽ എഴുതുകയും ചെയ്തത്: നല്ലതുപോലെ ജീവിക്കാത്ത വ്യക്തികൾ ആ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ ക്ഷണിക്കപ്പെട്ട ആൾക്കാരോട് ഒരുമിച്ച്
ക്ഷണനക്കത്ത് ആരിൽ നിന്ന് കിട്ടിയോ അയാളുടെ സന്നിധിയിൽ ചെല്ലും നിൽക്കുമ്പോൾ പലരും അവിടെ ഉയർത്തപ്പെടുമ്പോൾ, മാനിക്കപ്പെടുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു താണയ അനുഭവം ഉണ്ടായാൽ ഇവിടെ വരേണ്ടതില്ലായിരുന്നു എന്ന് തോന്നും. അത് മാത്രമല്ല, ഇതിനേക്കാൾ നല്ലത് ഒരു താണ സ്ഥലമായ നരകത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് വേണമെങ്കിൽ തോന്നാൻ സാധ്യതയുണ്ടെന്നുകൂടെ ഈ മനുഷ്യർ പറയുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ സമയം മാറ്റി വെച്ചേച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ വ്യക്തി പുറം തിരിഞ്ഞ് കാണിച്ചാൽ എന്താണ് നമുക്കുണ്ടാകുന്ന അനുഭവം? അല്ലേ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ താങ്ങാനാവാത്ത മനപ്രയാസമുണ്ടാകും, നല്ല ഒന്നാന്തര കലിപ്പുണ്ടാവും. അല്ലേ? മനസ്സിൽ വേണമെങ്കിൽ പറയും, ഈ സദസ്സിൽ വെച്ച അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ വേണ്ടത് കൊടുത്തേച്ച് പോയല്ലേ. പ്രിയ ദൈവമക്കളെ, നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ, നമ്മൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ, നമ്മൾ പരിഹസിക്കപ്പെടുമ്പോൾ, നമ്മൾ തരം താഴ്ത്തപ്പെടുമ്പോൾ നമ്മളുടെ മാനസിക ശാരീരിക അവസ്ഥകൾക്ക് പോലും ഒരു മാറ്റം വരും. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓരോന്നിനെ രക്ഷിച്ച് എല്ലാറ്റിന്റെയും പൂർണ്ണ രക്ഷയും അവിടെ കൊണ്ടെത്തിക്കുന്നത്. അതിന് മുമ്പ് അവിടെ കൊണ്ട് നമ്മൾ എത്തിക്കുന്നത്, അവിടെ ചെന്നിട്ട് നമുക്കൊരു അപകടം വരാതിരിക്കാം. അതുകൊണ്ട് ഒന്നാമത് വിശ്വാസത്താൽ നമ്മുടെ ആന്തരിക ആത്മാവാണ് ആത്മാവ് രക്ഷപ്പെടും. അതിനെയാണ് സ്പിരിറ്റ് സാൽവേഷൻ, അല്ലേ? ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത്. രണ്ടാമത്തെ രക്ഷ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് പള്ളിയും പള്ളിയിലെ നടപടികളും മുഴുവൻ. ഈ രണ്ടാമത്തെ രക്ഷ ഇപ്പൊ ആർക്ക് വേണ്ടിയായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു ഊഹത്തിലൊന്ന് പറയാമോ? ആർക്ക് വേണ്ടിയായിരിക്കും? നമ്മുടെ പ്രാണൻ എന്ന് പറയും, നമ്മുടെ ദേഹി എന്ന് പറയും. നമ്മുടെ പ്രാണൻ, നമ്മുടെ ദേഹി. ആ ദേഹിക്ക് ഒരു രക്ഷയുണ്ട്. ആ ദേഹിക്ക് രക്ഷ ഉണ്ടാകണമെങ്കിൽ ആത്മാവ് രക്ഷപ്പെടുന്ന സമയം മുതൽ ഈ ദേഹിയുടെ രക്ഷയാണ്. പള്ളിയോ വിശ്വാസം ആരാധന കൂടിയൊരു കൂട്ടായ്മ. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്താണ് കാര്യം? എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് കൂട്ടായ്മയ്ക്ക് പോയില്ലെങ്കിൽ എന്താണ് കാര്യം? എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കൊരു ഭരണ പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ള ചിന്തകള് അവനെ ആ സ്ഥാനത്ത് പൂർണ്ണതയുള്ളവരായി കൊണ്ട് എത്തിക്കാതിരിക്കാനുള്ള തന്ത്രശാലിയുടെ തന്ത്രമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമകളെ, ഒരു പരമപ്രധാനമായ സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. 1000, 10,000, ലക്ഷക്കോടിക്കണക്കിന് ക്രിസ്തീയ ആലയ കൂട്ടായ്മ സ്ഥലങ്ങളിൽ ലോകത്തിലുള്ളത് നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി അവനെ ഒരുക്കാനുള്ള ഒരു ഒരുക്കശാലയായിട്ടാണ് നമ്മൾ ഒരു പള്ളിയെ കാണേണ്ടത്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ 6 ദിവസം നമ്മുടെ ഔദ്യോഗിക ജീവിത മേഖലയെല്ലാം ജീവിച്ച് 7-ാം ദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, അല്ലെ, നമ്മൾ ദൈവാലയത്തിലേക്ക് വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവീക കാര്യങ്ങളെല്ലാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആന്തരിക ആളത്വത്തിലെ സെക്കൻഡ് പേഴ്സണാലിറ്റി ആകുന്ന ഹ്യൂമൻ സോളിന് അവിടെ വെച്ച് ഒരു പ്രിപ്പറേഷൻ ഗ്രോത്ത് ഉണ്ടാകുകയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ രക്ഷ പൂർണ്ണമാണ്. ആ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒന്നാമത് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുന്നു, അതിനെ സ്പിരിറ്റ് സാൽവേഷൻ എന്ന് പറയുന്നു. രണ്ടാമത് വരുന്നത് സോൾ സാൽവേഷൻ ആണ്, പ്രാണന്റെ രക്ഷ എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, റൈറ്റ് സൈഡ് ഹ്യൂമൻ ബോഡി, ലെഫ്റ്റ് സൈഡിൽ ഹ്യൂമൻ സ്പിരിറ്റ്, അതിന്റെ മിഡിൽ സൈഡിൽ ഹ്യൂമൻ സോൾ. അപ്പം ഈ മിഡിൽ സൈഡിൽ നിൽക്കുന്ന മധ്യബിന്ദുവായിരിക്കുന്ന ആ മനുഷ്യന്റെ പ്രാണന്റെ ചെയ്തികളും ജീവിതങ്ങളും എങ്ങനെയോ അതിന്റെ അനന്തര ഗുണദോഷങ്ങളും റൈറ്റും ലെഫ്റ്റിലെ പാർട്ടികൾ നേരിടേണ്ടി വരും. നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാകും, നമ്മുടെ ആത്മാവിന് പ്രശ്നം ഉണ്ടാകും. കാരണം ഇതിനെ നടുവിൽ നിന്ന് യോജിപ്പിക്കേണ്ട വ്യക്തി ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിൽ നമ്മുടെ ശരീരത്തിന്റെ പൂർണ്ണരക്ഷയും നമ്മുടെ ആത്മാവിന്റെ പൂർണ്ണരക്ഷയ്ക്കും ആവശ്യമായിരിക്കുന്നത് അതിന്റെ മധ്യത്തിലുള്ള നമ്മുടെ പ്രാണന്റെ ജീവിത മുന്നേറ്റ രക്ഷയാണ്. അതിന്റെ ഒടുവിൽ നമ്മൾ കംപ്ലീറ്റ് സാൽവ്ഡ് ആവും, കംപ്ലീറ്റ് സേവ്ഡ് ആവും, കംപ്ലീറ്റ് നമ്മൾ രക്ഷിക്കപ്പെടും, പൂർണ്ണമായി നമ്മൾ രക്ഷിക്കപ്പെടും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ പൂർണ്ണമായ ഒരു രക്ഷ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനിത്തെ നിസ്സാരമല്ല എന്ന് പറയുന്നത്. കാരണം എങ്ങനെയൊക്കെ എന്തെല്ലാം പ്രയാസമുണ്ടായാലും എപ്പോഴെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ഒന്ന് വിളിച്ചുണർത്തുന്ന അതുകൊണ്ടാണ്. പിടി കിട്ടിയോ? അതുകൊണ്ടാണ്. ഇതിന്റെ വില അറിയാവുന്നതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊരു നേട്ടവും മറ്റൊരു ഗുണവും ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വായിച്ചു നോക്കണം. യൂദായുടെ പുസ്തകം ഒറ്റ ലേഖനമേ ഉള്ളൂ, 25 വാക്യമാണ്. ആ 24, 25 വാക്യങ്ങളുള്ള ആ യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന വാക്യം, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ
കൊണ്ട് എത്തിക്കുക എന്നതാണ് ആ ലേഖനത്തിൽ അവസാനമായി യൂദ പറയുന്നത്. അതിന് 24, 25 വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ഉള്ളിലുള്ള കർത്താവ്. ആമേൻ. ആ വാക്യം മറക്കരുത്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ചു തന്റെ മഹിമാ സന്നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പിതാവിന്റെ ആ സിംഹാസനമാണ് ഇവിടെ മഹിമാ സന്നിധി എന്ന് പറയുന്നത്. ആ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ, കേട്ടോ, ഒരു കളങ്കവും ഉണ്ടാകരുത്. അവിടെ ചെല്ലുമ്പോൾ ആനന്ദം മാത്രമേ കാണത്തുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇതാണ് വെളിപ്പാടുകാരൻ 21, 22 അധ്യായങ്ങളിൽ പറയുന്നത്. കണ്ണുനീരെല്ലാം കൈകൊണ്ട് തുടച്ചു കളഞ്ഞ ഇനി കണ്ണുനീരില്ല, കരച്ചിലില്ല, സങ്കടമില്ല, വേദനയില്ല, വിഷമമില്ല, ഭാരമില്ല, ആവലാതിയില്ല, അലലില്ല, ഒരു പ്രതിസന്ധിയുമില്ല, മരണം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ കർത്താവിനെ മുഖാമുഖം കണ്ടാരാധിക്കും. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ ദൈവാലയങ്ങളിൽ ആരാധിക്കുമ്പോൾ അന്ന് സ്വർഗസിംഹാസനത്തിന്റെ മുൻപിൽ മുഖാമുഖം കണ്ട് ആരാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേദന, വിഷമം, ഭാരം, പ്രയാസം, കഷ്ടത, രോഗം, ദുഃഖം, അരിഷ്ടത, മരണം ഇതെല്ലാം മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് there is no prayer. അവിടെ പ്രാർത്ഥനയില്ല. എന്തിനു പ്രാർത്ഥിക്കുന്ന അവിടെ കഴിഞ്ഞാൽ അല്ലേ? പിന്നെ പ്രാർത്ഥിക്കണ്ട അല്ലേ? എല്ലാം ഈ കാഴ്ചയാണ് ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്തുതി, സ്തോത്ര, ആരാധനയിൽ മുഴുകി ജീവിതം ആനന്ദത്തിന്റെ ആ ഒരു നെറുകയിലെത്തുന്നതാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ പൂർണ്ണമായി കൊണ്ടെത്തിക്കണം. അതാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് മറക്കരുത്, മനുഷ്യൻ ത്രിയേകനാണ്. ത്രികാല രക്ഷയുണ്ട്. ഫസ്റ്റ് സാൽവേഷൻ ഫ്രം ഗോഡ് ടു ഹ്യൂമൻ സ്പിരിറ്റ്, സെക്കൻഡ് സാൽവേഷൻ ഫ്രം ഗോഡ് ടു ഹ്യൂമൻ സോൾ, തേർഡ് സാൽവേഷൻ ഫ്രം ഗോഡ് ടു ഹ്യൂമൻ ബോഡി. അതുകൊണ്ട് ആത്മാവിന് ഒന്നാമത് രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. രണ്ടാമത് ആ മനുഷ്യന് തന്നെ അവന്റെ പ്രാണന് രക്ഷ വരുന്നു. മൂന്നാമത് ആ മനുഷ്യന്റെ ശരീരത്തിന് രക്ഷ വരുന്നു. അങ്ങനെ നമ്മളെ ഒരു കുറവുമില്ലാതെ, ഒരു പോരായ്മയുമില്ലാതെ, ഒരു അപാകതയും ഇല്ലാതെ ആനന്ദമുള്ളവരായി, കളങ്കരഹിതരായി, സന്തോഷം നിറയപ്പെട്ടവരായി അവിടെ കൊണ്ടെത്തിക്കണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലൂടെ സാധ്യമാകണമേ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒന്നാമത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്. രണ്ടാമത് നമ്മുടെ പ്രാണന്റെ രക്ഷയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇന്ന് പ്രകാരം നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എബ്രായ ലേഖനം, യാക്കോബിന്റെ ലേഖനം, 1 പത്രോസ്, 2 പത്രോസിന്റെ ലേഖനം, ഈ യൂദായുടെ ലേഖനം, ഇതെല്ലാം നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവാത്മാവിനാൽ ദൈവദാസന്മാർ എഴുതി വച്ചിരിക്കുന്ന ലേഖനങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ലേഖനങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനം പഠിക്കുന്നു, യാക്കോബിന്റെ ലേഖനം പഠിക്കുന്നു, 1 പത്രോസിന്റെ ലേഖനം പഠിക്കുന്നു, 2 പത്രോസിന്റെ പഠിക്കുന്നു. ഈ ലേഖനങ്ങളെല്ലാം പഠിക്കുമ്പോൾ അവിടെയെല്ലാം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നമ്മുടെ പ്രാണന്റെ രക്ഷ, പ്രാണന്റെ രക്ഷ, പ്രാണന്റെ രക്ഷ എന്നാണ്. ദൈവം എത്ര അടുക്ക് ചിട്ടയുമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, കാര്യങ്ങൾ മുഴുവൻ അതിന്റെ അടുക്കിന് ചിട്ടയ്ക്ക് ദൈവം ക്രമീകരിച്ച് തന്നിരിക്കുമ്പോൾ അത് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളതായതുകൊണ്ടല്ലേ അങ്ങനെ ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഭാവി ധന്യമായി സമർത്ഥമായി തീരണം. ഒന്നാമത് നമ്മുടെ ആത്മാവിന്റെ രക്ഷ, രണ്ടാമത് നമ്മുടെ പ്രാണന്റെ രക്ഷ, മൂന്നാമത് നമ്മുടെ ഒരു രക്ഷയുണ്ട്, ഈ കാണുന്ന ദൃശ്യമായി കാണുന്ന ഈ ശരീരത്തിന്റെ രക്ഷ. ആമേൻ. ഈ ശരീരത്തിനും ഒരു രക്ഷ വേണം. ഈ ശരീരത്തിന് രക്ഷ ഉണ്ടാകാൻ വേണ്ടിയാണ് 1 കൊരിന്ത്യർ 3:16, 17, 1 കൊരിന്ത്യർ 6:19, 20. നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് ഈ മന്ദിരത്തെ കൈവിട്ട് കളയത്തില്ല. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ, ഞാൻ വീണ്ടും പറയട്ടെ, ഒരു ക്രൈസ്തവൻ, ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവവൈദ്യൻ, ഒരു വിശ്വാസി, ഒരു വിശുദ്ധൻ മരിച്ചാൽ ആ മരിച്ചവന്റെ ശവശരീരം മാന്യമായി, മനോഹരമായ രീതിയിൽ, അന്തസ്സോടെ, വിലയേറിയ ശ്രേഷ്ഠമായ, ഏറ്റവും നല്ല ശ്രേഷ്ഠമായ രീതിയിൽ അടക്കുന്നതിന്റെ പുണ്യം പോലും ഈ ശരീരത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ്. അല്ലാതെ മറ്റുള്ളവരെ പോലെ ചുറ്റുകളയാത്തത് ഇതിന്റെ വില കൊണ്ടാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, മറ്റുള്ളവരെ പോലെ എവിടെയും കൊണ്ട് കളയാത്തത് ഇതിന്റെ വില കൊണ്ടാണ്. ലോകത്തിൽ ഇത്രയും വിലമതിക്കപ്പെട്ട ഒരു സംസ്കാരം ഈ ലോകത്തിൽ കാഴ്ചവെക്കുന്ന ഒരു ക്രൈസ്തവരാണ്. അതേപോലെ ഒരു റീജിയൻസും, കാരണം ഇതിന്റെ വില എത്ര വലുതാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ശരീരത്തെ മാന്യമായി ഉപയോഗിക്കണം. മരിച്ചു കഴിഞ്ഞാൽ
വീണ്ടും ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ പറയട്ടെ, നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മരണം സംഭവിക്കും. ഏറ്റവും വിലയേറിയ രീതിയിൽ, ഏറ്റവും മൂല്യമുള്ള രീതിയിൽ, ഏറ്റവും ശാന്തമായ രീതിയിൽ, ഏറ്റവും ഉചിതമായ രീതിയിൽ, ഏറ്റവും അന്തസ്സായ രീതിയിൽ ഈ ജീവൻ പോകുന്ന ശരീരത്തെ ഇപ്പോൾ നിങ്ങൾ സംസ്കരിക്കാവും. ചില ആൾക്കാരെല്ലാം നല്ലൊരു ശവസംസ്കാരത്തിന് വേണ്ടി കാശ് സമ്പാദിച്ചു വെക്കും. കാരണം മരിച്ചു കഴിഞ്ഞ് എങ്ങനെയും ശവം ഒഴിച്ചിട്ട് അലക്കോലപ്പെടുത്താതിരിക്കാൻ വേണ്ട മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി. ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ്, ഞാൻ ഓരോന്നിന്റെയും കാശ് ബാങ്കിൽ വേർതിരിച്ചിട്ടിരിക്കുകയാണ്, അത് ഓരോന്നിനായി പോയെടുക്കാം, പെട്ടിക്കുള്ള കാശ്. കാരണം തീർത്ഥാടനമായി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഡെഡ്ബോഡി കൊണ്ടുപോകുമ്പോൾ അതിന്റെ കാശ്, അവിടുന്ന് ശവക്കൊട്ടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ കാശ്, കൊയറ് വേണമെങ്കിൽ കൊയറ് കൊടുക്കാനുള്ള കാശ്. അത്യാവശ്യം കാശുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ മരിച്ചുപോയി. അദ്ദേഹം ഇതേപോലെ ഞാൻ കാശ് ഇട്ടിരിക്കുകയാണ്. ഓരോന്നിനു വേണ്ടി ആ കാശ് പോയി എടുക്കാൻ സാധിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ജീവിച്ചിരിക്കുമ്പോൾ അല്ല മരിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും 10 രൂപ കടം ചോദിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കണം എന്ന് അദ്ദേഹം കണക്കൂട്ടിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അതിനുവേണ്ടി ഒരു കാഴ്ചപ്പാടോടെ പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ വിലയുള്ളവരാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോകും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മാവിന് രക്ഷയുണ്ട്, നമ്മുടെ പ്രാണന് രക്ഷയുണ്ട്, നമ്മുടെ ശരീരത്തിന് രക്ഷയുണ്ട്. ഇത് രണ്ടെണ്ണം ആന്തരികവും ഒന്ന് ബാഹ്യവുമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രയാസവും പ്രതികൂലവും പ്രശ്നവും ഈ ശരീരത്തെ ഓർത്ത് സൃഷ്ടിക്കരുത്. ഈ ശരീരത്തെ ഓർത്ത് സൃഷ്ടിക്കരുത്. മൈക്കേലാഞ്ചലോ മണ്ണക്കിടക്കിൽ വെച്ച് പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ശരീരം അത് ഭൂമിയിലേക്കാണ് പോകുന്നതെങ്കിലും അതിന് വിലയുള്ളതായിട്ട് വേണം നിങ്ങൾ ഭൂമിക്ക് വിട്ടുകൊടുക്കാനും. അപ്പം അത്രയും വലിയ മനുഷ്യർ 343 പിക്ചർ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മച്ചു മുഴുവനും വരച്ച് നിറച്ച ഈ മൈക്കേലാഞ്ചലോ പറയാണ്, എന്റെ ശരീരം മരണാനന്തരം ഭൂമിക്കുള്ളതാണെങ്കിലും നിങ്ങൾ അതിനെ മാന്യമായിട്ട് വേണം ഭൂമിയിലേക്ക് വിട്ടുകൊടുക്കുക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം അങ്ങനെ ആയിത്തീരണമെന്ന് നമുക്കറിയാം. ലോകങ്ങളിലെ വെച്ച് ഏറ്റവും വലിയ തിയോളജിയനാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വിശുദ്ധി അഗസ്തീൻ. പ്രത്യേകിച്ച് ഒരു കാത്തലിക് പോലെയുള്ള പള്ളികളിൽ പോവുകയാണെങ്കിൽ വിശുദ്ധി അഗസ്തീനെ കുറിച്ച് 100 കണക്കിന് കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. ശരിക്കും പറയാൻ ഒരു കപ്പൽ യാത്രയിൽ വെച്ചാണ് അഗസ്തീന്റെ അമ്മയ്ക്ക് മരണവേദന ഉണ്ടാകുന്നത്. ഒന്നുമല്ലാത്ത ആഫ്രിക്കയിലുള്ള ഒരു യാത്രയിൽ ആ മരണവേദന ഉണ്ടായപ്പോൾ ഈ മകനായ അഗസ്തീൻ വല്ലാതെ പ്രയാസപ്പെട്ടു. കാരണം അമ്മ, തന്റെ പെറ്റമ്മ, തന്നെ പോറ്റി വളർത്തിയ അമ്മ ഈ കപ്പൽ യാത്രയിൽ ഒന്നുമല്ലാത്ത സ്ഥലത്ത് വെച്ച് മരിച്ചാൽ ഈ അമ്മയുടെ മൃതശരീരം എന്ത് ചെയ്യും? ഇതിനെ ഓർത്ത് വ്യാകുലപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി മകനായ അഗസ്തീൻ ഭാരപ്പെടുന്നത്. അപ്പം അമ്മ മോണിക്ക എന്നാണ് അമ്മയുടെ പേര്. ആ മോണിക്ക മകനായ അഗസ്തീനോട് പറഞ്ഞ്, മോനെ അഗസ്തീനെ, എന്റെ മൃതശരീരം മരണാനന്തരം എവിടെ സംസ്കരിക്കണം എന്നതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ട, മാന്യമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നീ സംസ്കരിച്ചാൽ മതി. അവിടെ നിന്ന് ഞാനും മടങ്ങി വന്ന് നമ്മൾ ഒരുമിച്ച് കാണുമെന്ന് അവര് ആ കപ്പൽ യാത്രയിൽ വെച്ച് മോണിക്ക തന്റെ മകനായ അഗസ്തീനോട് പറയുകയുണ്ടായി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ജീവിതത്തിന്റെ പടുകുഴിയിൽ നിന്ന് പരമോന്നത നീതിപീഠത്തിലേക്ക് മരണത്തിന് മുമ്പ് പ്രവേശിച്ച ഒരു ലോക വിശുദ്ധനായ മനുഷ്യനാണ് സെന്റ് അഗസ്തീൻ. അദ്ദേഹത്തിന്റെ പേര് ലോകത്തിൽ എവിടെ പറയുമ്പോഴും സെയിന്റ് അഗസ്തീൻ എന്ന പേരാണ് കാണുന്നത്. കാരണം അത്ര അധപ്പതിച്ച ജീവിതത്തിൽ നിന്ന് അത്ര ഔന്നത്യമാർന്ന ജീവിതത്തിലേക്ക് മരണത്തിന് മുമ്പ് താൻ എത്തിച്ചേരുകയുണ്ടായി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിത വളർച്ചയും അങ്ങനെയായിരിക്കട്ടെ. കാരണം നമ്മുടെ ഈ ലോക ജീവിതം വളരെ താഴെ ഒരവസ്ഥയാണെങ്കിൽ പോലും അവിടെ നിന്ന് ആത്മീയ കാഴ്ചപ്പാടിൽ നമ്മൾ ഏറ്റവും ഔന്നത്യമാർന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണം. കാരണം നമ്മുടെ ശരീരം അത്രമാത്രം വിലയുള്ളതാണ്, നമ്മുടെ പ്രാണൻ അത്രമാത്രം വിലയുള്ളതാണ്, നമ്മുടെ ആത്മാവ് അത്രമാത്രം വിലയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, മനുഷ്യന് ത്രികാല രക്ഷയുണ്ട്. ഒന്നാമത്തെ രക്ഷ മനുഷ്യന്റെ ആത്മാവിന്, രണ്ടാമത്തെ രക്ഷ മനുഷ്യന്റെ പ്രാണന്, മൂന്നാമത്തെ രക്ഷ മനുഷ്യന്റെ ശരീരത്തിന്. ആദ്യം ആത്മാവ് രക്ഷപ്പെടുന്നു, രണ്ടാമത് ക്രൈസ്തവ വിശ്വാസി ആത്മീയ പള്ളി ബന്ധത്തിലുള്ള ആത്മീയ ജീവിതത്തിലൂടെ മനുഷ്യന്റെ പ്രാണൻ രക്ഷപ്പെടുന്നു. എന്നാൽ കർത്താവായ യേശുവിന്റെ മടങ്ങി വരവിൽ ശവക്കോട്ടയുടെ ആഴത്തിൽ നിന്ന് ഈ ശരീരവും രക്ഷപ്പെട്ട് മൂന്നും കൂടെ ഒരുമിച്ച് ഒരു ഊനവുമില്ലാത്ത അവസ്ഥയിൽ സ്വർഗത്തിലെ എന്റെ കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ ചെന്നു നിൽക്കുമ്പോൾ ആ സീൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴേ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ
വിലയുള്ളതായി തീരുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ എല്ലാറ്റിനെയും നല്ലതുപോലെ കരുതാവൂ, നല്ലതുപോലെ പരിഗണിക്കാവൂ, നല്ലതുപോലെ ചിന്തിക്കാവൂ. നമ്മളുടെ ശരീരം മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ശരീരത്തെ നിന്ദിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ശരീരത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു വെച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് കൂടെ കർത്താവിനെ നമ്മൾ ഓർപ്പിക്കുന്നത്. അല്ലെങ്കിൽ അത് അവരാൽ പോലും നിന്ദിക്കപ്പെട്ടാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ശരീരം വില കുറഞ്ഞതല്ല, ശരീരം വില കുറഞ്ഞതല്ല, ശരീരം വില കുറഞ്ഞതല്ല, ശരീരത്തിന് വിലയുണ്ട്. നമ്മുടെ ശരീരത്തിന് വിലയുണ്ട്. മരിച്ചല്ലോ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ ഉള്ളതല്ല. ഇതൊരു മാന്യമായ ഒന്നുണ്ട്. അതാണ് ക്രിസ്തീയ വിശ്വാസ ചിന്തയിൽ ഒരു ക്രിസ്തീയ സെമിത്തേരി എന്ന് പറയുന്നത്. മറ്റൊരാളുടെ സെമിത്തേരിയിൽ ഇടാത്തത് പോലും അതുകൊണ്ടാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിന് വിലയുണ്ട്, നമ്മുടെ ആത്മാവിന് വിലയുണ്ട്, നമ്മുടെ പ്രാണന് വിലയുണ്ട്. ഈ വിലയുടെ മൂല്യം നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. ഒന്നാമത് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുന്നു, രണ്ടാമത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലൂടെ പ്രാണൻ രക്ഷപ്പെടുന്നു, അവസാനം നമ്മുടെ കർത്താവായ സ്വർഗത്തിൽ വരുന്നത് ഒറ്റയൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഈ ശരീരത്തെ ഈ ഭൂമിയുടെ ആഴത്തിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ പൂർണ്ണമായി കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ ഓർക്കണം, യേശുവിന്റെ വരവിന്റെ അന്തിമമായ ഒറ്റ ലക്ഷ്യം നമ്മുടെ ശരീരത്തെ ഈ മണ്ണിൽ നിന്നെടുത്ത് ആ വിണ്ണായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. മാത്രമല്ല, നമ്മൾ കർത്താവിനെ അനുഭവിച്ച നമ്മുടെ ജീവിതത്തെ അന്ത്യത്തോടെ സൂക്ഷിക്കാം. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.